ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് അനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എലി, പല്ലി, പാറ്റ, കൊതുക്, ഉറുമ്പ് എന്നിങ്ങനെ നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ ക്ഷുദ്രജീവികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള 2 ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സ്പെഷ്യൽ ടിപ്പ് ഞാനിതിൽ പറയുന്നുണ്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ്. അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം, ലാസ്റ്റ് വരെ ഫുള്ളായി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അമ്മൂസനൂസിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ആദ്യം എലി, പല്ലി, പാറ്റ, ഉറുമ്പ് ഇവയൊക്കെ തുരത്താനുള്ള ഒരു ഇതാണ് ലോഷനാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കപ്പ, കൊള്ളി, പൂള എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന മരച്ചീനിയുടെ ഇലകളാണ് കേട്ടോ വേണ്ടത്. ഇത് നന്നേ ചെറിയ ഇലകളായതുകൊണ്ട് ഞാൻ ഒരു 5-6 എടുത്തിട്ടുണ്ട്. വലിയ ഇലയൊക്കെ ആണെച്ചാൽ നമുക്കൊരു 3-4 ഒക്കെ മതിയാവുകയെ. ഈ ഇലയും തണ്ടും ഒക്കെ അരിഞ്ഞിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മരച്ചീനീൻ്റെ എന്തിനാ മരച്ചീനീൻ്റെ ഇല തന്നെ ഉപയോഗിക്കുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. മരച്ചീനിയുടെ ഇലകളിലും തണ്ടിലൊക്കെ മാരക വിഷമായിട്ടുള്ള ഹൈഡ്രജൻ സയനൈഡിൻ്റെ സാന്നിധ്യം ധാരാളമായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇല ആടുകളോ പശുക്കളോ ഒന്നും തിന്നാത്തത് അല്ലേ. അഥവാ അങ്ങനെ തിന്ന് പോയാൽ തന്നെ ഒന്നില്ലെങ്കിൽ മയങ്ങി വീഴും, അല്ലെങ്കിൽ ചത്തു വീഴും, അങ്ങനെയുണ്ട്. പക്ഷേ ഈ ഒരു മരച്ചീനീൻ്റെ ഇലകളിലും തണ്ടിലുമൊക്കെ ഉള്ള ഈ ഒരു ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന വിഷം മനുഷ്യന്മാർക്ക് അത്രയ്ക്കും എഫക്റ്റ് ഒന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ എന്താ പറയുക പാർശ്വഫലങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു 3-4 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ, അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാതിരിക്കണ ഒരു അരിപ്പയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. കാരണം ഇതൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഈ മരച്ചീനിൻ്റെ ഇല അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു രൂക്ഷഗന്ധം വരുന്നുണ്ട്. നമുക്കിത് ഒരുപാടായാൽ നമുക്ക് തലവേദനയൊക്കെ എടുക്കും, ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ചെറിയ പ്രാണികൾക്കുണ്ടല്ലോ ഈ മണം താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മരച്ചീനിൻ്റെ ഇല തന്നെ എടുക്കുന്നത്. അപ്പം ഞാനിതാ ഇല അരച്ച് നല്ലോണം ഇത് ഒന്നങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ട, അരിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു 2 സ്പൂണ് വിനാഗിരിയാണ് വേണ്ടത്. ഇനി വിനാഗിരി ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വിനാഗിരി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുറി ചെറുനാരങ്ങയാണ് ഇതിലേക്ക് പിഴിയാൻ പോണത്. എന്നിട്ട് നമ്മൾ ആ കുരു ചാടിയതും ഒക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. കാരണം നമുക്കിത് സ്പ്രേ ചെയ്യേണ്ടതാണ് ബോട്ടിലാക്കിയിട്ട്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ ഞാൻ ആ കുരുവൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നാരങ്ങാനീര് ഒഴിച്ചപ്പോൾ അതിന് വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ ഇനി ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ടാവും കൊണ്ട് ഞാൻ ആ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഇനി കറയാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡെറ്റോളാണ് കേട്ടോ ചേർക്കുന്നത്, പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ 3 സ്പൂണ് ഡെറ്റോൾ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. കണ്ടോ, 1 സ്പൂണ് ഡെറ്റോൾ ചേർത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം, കളറൊക്കെ മാറി വന്നു. ആ മരച്ചീനീൻ്റെ ഇലയുടെ ജ്യൂസിലേക്ക് നാരങ്ങാനീര് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോഴൊരു മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഡെറ്റോൾ ഒഴിച്ചപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഇതായി. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ നമ്മൾ കറയാണ് കേട്ടോ, നല്ല കറയല്ല. പക്ഷേ ഈ വെള്ള ഷീറ്റിൽ ആവുമ്പോൾ അതിൻ്റെ അത് മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിലൊരു 5 സ്പൂണ് ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ അടപ്പിൽ ഞാൻ 1-2 ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, സൂചിപ്പിന്നും കൊണ്ട്. അപ്പോൾ അതാ ഇത്ര എടുക്കണുള്ളൂ കുപ്പിയിൽ. ആ കുപ്പിയിലേക്ക് ഇനി നിറയെ വെള്ളം ഒഴിക്കുകയാണേ. അത്രയും നമ്മൾ ഡൈല്യൂട്ടാക്കി എടുക്കണം, ഒരുപാട് കട്ടിയാവാൻ പാടില്ല. കാരണം ഇപ്പം തന്നെ അതിൻ്റെ സ്മെല്ല് ഭയങ്കരമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ സ്പ്രേ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ടാക്കിയിട്ടും അതിൻ്റെ കളറിന് ഒരു മാറ്റമില്ല. പെയിൻറ്റ് കലക്കിയ പോലെ ഒരു കളറാണ് കേട്ടോ. അത് നന്നായി മുറുക്കി അടച്ചു. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം ചേർത്ത് ഡൈല്യൂട്ടാക്കിയത് കറയല്ല. പക്ഷേ മറ്റേ ഭാഗത്ത് കണ്ടില്ല, പച്ച കളറ് പിടിച്ചു കഴിഞ്ഞു. അതാണ് ഡൈല്യൂട്ടാക്കിയ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചുമരിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഞാൻ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ അതൊരു
ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ. ആ ജോയിൻറ്റിലത്തെ എടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്നാലാണ് ഈ ജോയിൻറ്റ് കൂടെയാണ് ശരിക്കും ഈ ഉറുമ്പും പല്ലി ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൂറയൊക്കെ ഉണ്ടാവല് അല്ലേ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പി എടുക്കണേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ തുടച്ച് കളഞ്ഞാലും അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ആ മണം അവിടെ അങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് അത്രയും മതി. അപ്പോൾ കുട്ടികളുള്ള ഭാഗത്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതൊക്കെ ജോയിൻറ്റിലുള്ളതൊക്കെ തുടച്ചെടുക്കണം. എന്നാലും അതിൻ്റെ മണം അവിടെ തങ്ങി നിൽക്കും കൊണ്ട് ഉറുമ്പ് പല്ലി പാറ്റ അതൊന്നും ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. ഇനി നമ്മൾ കൊതുകിനുള്ള ടിപ്പാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ 4 കഷ്ണം ചെറിയ കടലാസുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പേപ്പറുകൾ, ന്യൂസ് പേപ്പറാണ് വെച്ചാൽ നല്ലത്. അത് ഞാൻ ഈ ലിക്വിഡിലുണ്ടല്ലോ, ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഡൈല്യൂട്ട് ചെയ്യാത്ത ലിക്വിഡിൽ മുക്കിയിട്ട് ഒരു പാത്രത്തിൽ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ എല്ലാം മുക്കി വെച്ച ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഉണക്കി വെച്ചത് വേറെ ഉണ്ട് കേട്ടോ. ഓൾറെഡി ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഉണങ്ങി കിട്ടുമ്പോഴേക്ക് ഇത്തിരി താമസം പിടിക്കും. അപ്പോൾ ആദ്യം ഉണക്കിയത് വലിയ ഉണങ്ങുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ പേപ്പറിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഓരോ മുക്കിൽ വെച്ചാൽ കൊതുകും പാറ്റയൊക്കെ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ 2 ടിപ്പുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണോ. എല്ലാവരും അത് പരീക്ഷിച്ച് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണേ. അപ്പോൾ അത് കറയാവും കൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ഡൈല്യൂട്ട് ആക്കണതിൻ്റെ മുന്നേ. അപ്പോൾ എല്ലാവർക്കും ബൈ.